സഹകരണ ബാങ്കുകൾ ലിക്വിഡേഷനിൽ വന്നാൽ സമാശ്വാസത്തുക 5 ലക്ഷം രൂപയായി ഉയർത്തുമെന്ന് സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. അടുത്ത കാലത്ത് ചില സഹകരണ ബാങ്കുകളിൽ ഉണ്ടായ അനഭിലഷണീയമായ പ്രവർത്തനങ്ങൾ പരിഗണിച്ച് തെറ്റായ ക്രയവിക്രയങ്ങൾക്ക് കൂച്ചുവിലങ്ങിടാനുള്ള നടപടികൾ എടുത്തു തുടങ്ങിയെന്ന് അദ്ദേഹം വിശദീകരിച്ചു. സഹകരണ ബാങ്കുകളിൽ ന്യൂജൻ ബാങ്കുകളെ വെല്ലും വിധം മൊബൈൽ ബാങ്കിംഗ് സൗകര്യം വരെ കൊണ്ടുവരാൻ നടപടിയെടുത്തു കഴിഞ്ഞു. കൂടാതെ ഇപ്പോൾ സഹകരണ ബാങ്കുകളിൽ മുന്തിയ പലിശ നിരക്കാണ് വാഗ്ദാനം ചെയ്തിട്ടുള്ളതെന്നും സാധാരണക്കാരന്റെ ബാങ്കാണിതെന്ന കാര്യം മറക്കരുതെന്നും അദ്ദേഹം ഉപദേശിച്ചു. അരൂരിലെ 617 നമ്പർ സെൻട്രൽ സർവീസ് സഹകരണ ബാങ്കിനായി പണിതീർത്ത പുതിയ കെട്ടിട സമുച്ചയം ഉദ്ഘാടനം ചെയ്ത് സംസാരിക്കുകയായിരുന്നു സഹകരണ വകുപ്പ് മന്ത്രി വി.എൻ. വാസവൻ. അരൂരിന്റെ ഹൃദയഭാഗത്ത് സ്ഥിതി ചെയ്യുന്ന പൗരാണിക പ്രാധാന്യമുള്ള സഹകരണ ബാങ്ക് ഉടൻ തന്നെ ശതാബ്ദി ആഘോഷത്തിന് ഒരുങ്ങുകയാണ്. വൻ നഷ്ടത്തിൽ നിന്നും ലാഭത്തിലേക്ക് കുതിച്ച ചരിത്രമാണ് ഈ ബാങ്കിനുള്ളത്. ജനുവരി 15 തിങ്കളാഴ്ച ഉച്ചയ്ക്ക് ശേഷം 3:30 നടന്ന ചടങ്ങിൽ അരൂർ MLA ദലീമ ജോജു അധ്യക്ഷത വഹിച്ചു. കെട്ടിടത്തിനോട് ചേർന്നുള്ള 3000 സ്ക്വയർ ഫീറ്റ് ഓഡിറ്റോറിയത്തിന്റെ ഉദ്ഘാടനം കൃഷി വകുപ്പ് മന്ത്രി പി. പ്രസാദ് നിർവഹിച്ചു. ബാങ്കിനോട് ചേർന്നുള്ള റീഡിംഗ് റൂം ഉദ്ഘാടനം അരൂർ പഞ്ചായത്ത് പ്രസിഡന്റ് അഡ്വക്കേറ്റ് രാഖി ആന്റണി നിർവഹിച്ചു. സ്ട്രോങ് റൂം ഉദ്ഘാടനം നടത്തിയത് ആലപ്പുഴ MP ആയ AM ആരിഫാണ്. ബാങ്ക് പ്രസിഡന്റ് KP ദിലീപ് കുമാർ സ്വാഗതം ആശംസിച്ചു. KSDP ചെയർമാൻ CB ചന്ദ്രബാബു, ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ് NS ശിവപ്രസാദ് തുടങ്ങി നിരവധി പ്രമുഖർ ചടങ്ങിൽ പങ്കെടുത്തു. സെക്രട്ടറി മീര U. പിള്ള റിപ്പോർട്ട് അവതരിപ്പിച്ചു. സിറ്റി വോയിസ് ന്യൂസ് ബ്യൂറോ, അരൂർ.